ലേസർ ഷോ നടക്കുന്നിടത്ത് ആളുകളൊക്കെ സീറ്റ് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മീനുകളല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് മീനുകളുണ്ട് കേട്ടോ. ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാലം കണ്ടോ, ഈ പാലം ആ അറ്റം വരെ നടന്നിട്ട് നമുക്ക് എത്തേണ്ടതുണ്ട്. പിന്നെ ഉഷാക്കെ പിന്നെ നമ്മളൊപ്പം ഒരു ഗ്യാങ് ആ സൈഡിലാണ്, ഒരു ഗ്യാങ് ഏറ്റവും ആ ടോപ്പിലാണ്. ഈ ബോട്ട് സൗകര്യം എന്നത് വെറും ഒരു സംഗതിയല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ബോട്ടിങ് ഉപകരിക്കാം. പിന്നെ ആളുകൾക്ക് നടക്കാൻ വയ്യാത്തവർക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് അവിടെ ആ എൻഡ് കണ്ടോ, ആ എൻഡിൽ ഇറങ്ങാവുന്ന ഒരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. മയൂര ബോട്ട് 6 to 6 മണി വരെ നമുക്ക് എന്തായാലും ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ മീനുകളല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് മീനുകളുണ്ട് കേട്ടോ. ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ഭീകര മീനടാ, ഭീകര മീൻ. ഇത് രക്ഷിക്കട്ടോ, നല്ല വലുപ്പമുള്ള അതേ സൈസ് മീനാണ്. ഒരാൾ വീണ് കഴിഞ്ഞാൽ പോലും നല്ല വെപ്പിൻ്റെ പണി കിട്ടാ, ഒരു രക്ഷ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ഗംഭീരമായ കാഴ്ച. പിടിക്കില്ലേ, നല്ല മീനുകൾ കിട്ടാം. ആ സൈഡിൽ കൊക്ക് പിടിച്ചിട്ടോ, പാലത്തിൻ്റെ പിടിച്ചിൻ്റെ ഈ സംഗതി തുരുമ്പ് പിടിച്ചാണ്. പിന്നെ ആ സൈഡിലൊക്കെ കൊക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ, നല്ല കൊക്കുമൊക്കെ ദൂരത്ത് കൊക്കുണ്ട്. പിന്നെ ചെറിയൊരു ഫാള്. ഇത് എന്താ സംഗതി, ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം വേണോ, വേറെ വഴി വരുന്നതാണോ ഇതൊന്നും അറിയില്ല. അതറിയണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകണം. ഓക്കെ, എന്താലേ അടിപൊളി അല്ലേ. ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം. പക്ഷെ നമുക്ക് വൃത്തിയില്ലാത്ത രീതി കാണുന്നുണ്ട്. ഒരാൾക്ക് എൻട്രൻസ് ഫീസ് അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എത്ര ആളുകൾ വരുന്നുണ്ട്, അപ്പോൾ അത്രയും ഈ എമൗണ്ട് വെച്ചിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ നിന്ന് വാട്ടർ ഫ്ലോ ഇല്ല, കുറവാണ്. ഈ സെൻറ്ററിലൊന്നും കേട്ടോ, സെൻറ്ററിൽ നമുക്കൊന്ന് പോയി നോക്കാം. യെസ് യെസ്, ഇത് തെറ്റപ്പെട്ടാ, ഇത് അടിപൊളി കളറായി. തെറ്റ് 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 തെറ്റ്.
ഇവിടെയും ചെറിയൊരു ഇത് ഫ്ലോ കൊടുത്തിട്ടുണ്ട്. ഇത് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയല്ലേ. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. മുകളിൽ ലേസർ ഷോ നടക്കുന്നിടത്ത് ആളുകളൊക്കെ സീറ്റ് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ബിജുവേട്ടനും ഇവരൊക്കെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് ആ ഗ്യാലറി. ഗ്യാലറിയിൽ ഏകദേശം ആളുകളൊക്കെ ഫുള്ളാണ്. എങ്ങനെ ഉണ്ടാവില്ലേ, വെറൈറ്റി ആവും നമുക്ക് നോക്കാം. ലേസർ ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ എത്ര ആൾക്കാരോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയാൽ സംഭവം 6:30 ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. എടാ നമ്മുടെ ലേസർ ഷോ തുടങ്ങാൻ 6:30 ആവും. പക്ഷെ അത് മിക്കവാറും മൂഞ്ചാനുള്ള എല്ലാവിധ ചാൻസ് ഉണ്ട്. കാരണം നല്ല മഴക്കാറുണ്ട്, ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. നോക്കാം കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ ലേസർ ഷോ മച്ചന്മാരെ ഏകദേശം മൂഞ്ചോ പ്രഹ എന്ന് പറയുന്ന പോലെ ആയിട്ടാണ്. കുറേ ആളുകളൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പണി പാടി മച്ചാൻ ഇവിടെ ഇരിക്കാം. നമ്മളവിടെ പോയിട്ട് വെറുതെ മഴ കൊള്ളും. അപ്പം നമുക്ക് ലേസർ ഷോ കാണാൻ പറ്റുമോ ഇല്ലോ എന്നറിയില്ല കേട്ടോ. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആളുകളൊക്കെ അവിടെ ഉള്ള ആളുകളൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തിരിച്ച് കയറുന്നുണ്ട്. മഴ പെയ്തത് ചെറിയൊരു ഉപകാരമായി തോന്നിയേക്കാം. നോക്കട്ടെ, വെയിറ്റ്.
ഷോ എന്തായാലും നമുക്ക് കാണാനായിട്ട് പറ്റി. അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്ന പ്രതീക്ഷിച്ചല്ല എങ്കിലും സംഭവം സൂപ്പറായി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലേസർ ഷോ കാണാൻ പറ്റി. അതിൽ വളരെയേറെ സന്തോഷമാണ്. നമ്മൾ മിസ്സാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും സെറ്റായി. ഇനി നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല കേട്ടോ. ഇനി നാളെ സൂ ഒരുപാട് സംഗതികൾ നാളെ. ഇനി ഡയറക്റ്റ് നമ്മളെ ഹോം സ്റ്റേയിലേക്ക്.